Hi dears, welcome to Ashbicreations. ഇന്ന് നമ്മൾ പഠിക്കുന്നത് how to take a silk thread and how to use a silk thread. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഇന്ന് സിൽക്ക് ത്രെഡ് യൂസ് ചെയ്യുന്നതെന്നും അതുപോലെ സിൽക്ക് ത്രെഡ് എങ്ങനെയാണ് എടുക്കുന്നതെന്നുള്ള വീഡിയോ ആണ്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് സിൽക്ക് ത്രെഡ് എന്താണെന്ന് പഠിക്കണം. സിൽക്ക് ത്രെഡ് എന്ന് പറയുമ്പോൾ നമ്മുടെ കോട്ടൺ ത്രെഡ്സിനെക്കാട്ടിലും ഷൈനിങ് ആയിട്ടുള്ളൊരു ത്രെഡാണ് സിൽക്ക് ത്രെഡ്. അപ്പോൾ ഇത് വന്നിട്ട് നമ്മുടെ ഡ്രസ്സിലും അതുപോലെ നമ്മുടെ എംബ്രോയ്ഡറി ഹോപ്പ് ആർട്ടിലും ഒക്കെ നമ്മൾ ഈ ഒരു ത്രെഡ് വെച്ചിട്ട് നമ്മൾ ഒരുപാട് ഡിസൈൻസുകളും ഒക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ മെയിൻലി നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മുടെ ഡ്രസ്സ് വർക്കിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു മെഷീൻ എംബ്രോയ്ഡറി ത്രെഡ് യൂസ് ചെയ്യുന്നത്. ഇത് മെഷീൻ എംബ്രോയ്ഡറിക്ക് നമ്മൾ യൂസ് ചെയ്യും, നമ്മുടെ ഹാൻഡ് എംബ്രോയ്ഡറിക്ക് നമ്മൾ യൂസ് ചെയ്യും. നമ്മുടെ ആങ്കർ ത്രെഡ്സ് ഒക്കെ ഉണ്ടല്ലേ, കോട്ടൺ ത്രെഡ്സ് നമ്മൾ ചെയ്യുമ്പോൾ സാധാരണ നമ്മൾ വർക്കൊക്കെ ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ 2-3 വാഷൊക്കെ ചെയ്ത് കഴിയുമ്പോഴത്തേക്കിന് ആ ത്രെഡിൻ്റെ ഒരു കളറൊക്കെ ഒരു മങ്ങി ഒരു വല്ലാത്ത രൂപത്തിലൊക്കെ ആവും. അപ്പോൾ സിൽക്ക് ത്രെഡ് എന്ന് പറയുമ്പോൾ നമുക്ക് എത്ര വാഷ് ചെയ്താലും നമുക്ക് കുറേ നാൾ ലാസ്റ്റ് ചെയ്യും. അതാണ് സിൽക്ക് ത്രെഡിൻ്റെ ഒരു ഉപയോഗം. പിന്നെ അതുപോലെ തന്നെ നമ്മൾ കസ്റ്റമൈസ്ഡ് വർക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ എപ്പോഴായാലും നമ്മൾ സിൽക്ക് ത്രെഡ് വെച്ചിട്ട് തന്നെ നമ്മൾ വർക്ക് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും നല്ലത്. കോട്ടൺ ത്രെഡ്സ് വെച്ചിട്ട് ചെയ്യുമ്പോൾ കോട്ടൺ ത്രെഡ്സ് നമുക്ക് പഠിക്കുവാനായിട്ട് കോട്ടൺ ത്രെഡ്സാണ് നല്ലത്. ഈ 2 ത്രെഡ്സും തമ്മിലുള്ള ഡിഫറൻസാണ് ഞാനിപ്പോൾ പറഞ്ഞത്. നമുക്കറിയാൻ വയ്യാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും വിശദമായിട്ട് പറഞ്ഞു തരുന്നത്. അപ്പോൾ സിൽക്ക് ത്രെഡ് ഉപയോഗിക്കാൻ പലർക്കും അറിയില്ല. അത് ചിലപ്പോൾ കെട്ടുപണിഞ്ഞു പോവും, അങ്ങനെയുള്ള കുറേ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവുന്നുണ്ട്. പക്ഷേ നമ്മൾ എന്ത് കാര്യമാണെങ്കിലും നമ്മൾ ഒരു പ്രാവശ്യം ചെയ്താലൊന്നും നമുക്ക് ശരിയാവില്ല. നമ്മൾ 2 പ്രാവശ്യം ചെയ്താലും ശരിയാവില്ല. ഒരു 5 അല്ലെങ്കിൽ 10 പ്രാവശ്യങ്ങൾ നമ്മളത് ചെയ്ത് പഠിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ഒരു വട്ടമെങ്കിലും ശരിയാവത്തുള്ളൂ. അപ്പോൾ നിങ്ങൾ മാക്സിമം നിങ്ങൾ കുറേ പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്താണ് നമ്മൾ ഓരോ കാര്യങ്ങളും നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് സിൽക്ക് ത്രെഡ് വെച്ചിട്ട് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ചിലപ്പോൾ നടക്കണമെന്നില്ല കേട്ടോ. അതുകൊണ്ടാണ് പറഞ്ഞത്, നമ്മൾ പഠിക്കുമ്പോൾ എപ്പോഴായാലും കോട്ടൺ ത്രെഡ്സ് വെച്ച് തന്നെ പഠിച്ചിട്ട് സിൽക്ക് ത്രെഡ് പിന്നെ നമ്മൾ പതിയെ വേണം അത് യൂസ് ചെയ്ത് തുടങ്ങാനായിട്ട്. കസ്റ്റമൈസ്ഡ് വർക്കൊക്കെ ചെയ്ത് കൊടുക്കുമ്പോൾ സിൽക്ക് ത്രെഡ് വെച്ച് തന്നെ ചെയ്ത് കൊടുക്കണം. പിന്നെ അതുപോലെ തന്നെ സിൽക്ക് ത്രെഡ് ഉപയോഗിക്കുന്ന പലതരം മെത്തേഡ്സ് ഉണ്ട്. കാരണം നമുക്ക് ഇവിടെ സാധാരണ നമ്മൾ ഒരു ഡ്രസ്സ് മാത്രമേ നമ്മൾ ഡിസൈൻ ചെയ്യണുള്ളൂ. നമ്മളിപ്പോൾ ഒരുപാട് ഡ്രസ്സൊന്നും നമ്മൾ ഡിസൈൻ ചെയ്യണില്ല. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബൂട്ടിക്സിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് കുറേ വർക്ക്സ് ചെയ്ത് കൊടുക്കാനുണ്ടാവും. ഒരു ഡ്രസ്സ് മെറ്റീരിയൽസ് മാത്രമായിരിക്കത്തില്ല, അവർക്ക് ബൾക്കായിട്ട് അവർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ അവരെന്താ ചെയ്യേണ്ടതെന്നറിയാമോ? ഇതുപോലെ 3 കളർ ത്രെഡ്സ് ഒരേ ബ്രാൻഡിൻ്റെ ത്രെഡ്സ് അവരിങ്ങനെ എടുത്തതിന് ശേഷം അവരിതുപോലെ ഒരു ബൗളിലോ ഒരു ടിന്നിലോ എന്തെങ്കിലും ഒന്ന് ആക്കിയിടും. 3 ത്രെഡ്സൊന്നും അല്ല അവർ എടുക്കണേ കേട്ടോ. അവർ 5, 6, 10 ത്രെഡ്സൊക്കെ എടുക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഇതുപോലെ അവരെന്താ ചെയ്യണേ, ഇതുപോലെ ഒരു ബൗളിലൊക്കെ ഇങ്ങനെ ആക്കി ഇങ്ങനെ ഇടും. എന്നിട്ട് അതിൽ നിന്ന് കുറച്ച് നൂല് പുറത്തേക്കിടും. എന്നിട്ട് അടുത്ത ത്രെഡ് എടുക്കും. അടുത്ത ത്രെഡിനകത്തുനിന്നും കുറച്ച് ഫസ്റ്റ് ലെയർ ഇങ്ങോട്ട് എടുക്കും. ഇതുപോലെ എടുത്തു വെച്ചു. പിന്നെ ഞാൻ 3 ത്രെഡല്ല ഇട്ടിരിക്കുന്നത്, 3ാമത്തെ ത്രെഡിൽ നിന്നും അങ്ങനെ എടുക്കും. എന്നിട്ട് നമ്മൾ എന്താ ചെയ്യണേ, ഒരുമിച്ചിട്ട് വലിച്ചെടുക്കും. കണ്ടോ, നമ്മൾ ഈ ഒരു ത്രെഡിൻ്റെയും കൂടെ ത്രെഡ് എടുത്തു. അപ്പം നമുക്ക് ഇപ്പോൾ എത്ര ത്രെഡ് കിട്ടിയാൽ നമുക്കൊരു 3 സ്ട്രാൻഡ്സിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. മനസ്സിലായോ? ഇതുപോലെ 3 സ്ട്രാൻഡ്സിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ആവശ്യമില്ല. ഇത് ബോട്ടിക്സുകാർക്ക് വേണ്ടിയിട്ട് മാത്രമുള്ള ഒരു മെത്തേഡാണ്. നമുക്കിതിൻ്റെ ആവശ്യമില്ല. നമുക്കിപ്പോൾ ഒരു ഡ്രസ്സ് അല്ലെങ്കിൽ ഒരു കുർത്തി അല്ലെങ്കിൽ ഒരു സാരി ഒക്കെ ചെയ്താൽ മതി. അപ്പോൾ നമുക്കിതുപോലെ ഇത്ര ബൾക്കായിട്ട് നമുക്ക് ത്രെഡ്സ് എടുക്കേണ്ട കാര്യമില്ല. ഇപ്പോൾ ഇവിടെ 3 സ്ട്രാൻഡ്സ് ഞാൻ എടുത്തിട്ടുണ്ട്. ഇവരിനി എന്താ ചെയ്യണമെന്നറിയാമോ? ഇവർ ചെയ്യുന്നത് ഇത് ഒരുമിച്ച് വലിച്ചെടുത്തിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കും. എടുത്തിട്ട് നമ്മുടെ നീഡിലേക്ക് ത്രെഡ് കയറ്റി കൊടുക്കും. അപ്പോൾ ത്രെഡ് കയറ്റാനായിട്ട് ഇപ്പം എന്താ ചെയ്യേണ്ടത്? ത്രെഡ് നമ്മൾ സാധാരണ ഇങ്ങനെ കയറ്റി കഴിഞ്ഞാൽ സിൽക്ക് ത്രെഡ് ആയതുകൊണ്ട് നമുക്കൊന്നും കറക്റ്റായിട്ടൊന്നും കയറാനൊന്നും പറ്റത്തില്ല. അപ്പോൾ നമുക്ക് എന്താ ചെയ്യേണ്ടത്? കുറച്ച് വെള്ളം എടുക്കുക, വാട്ടർ എടുക്കുക കേട്ടോ. വാട്ടർ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് നമുക്ക് ആ നീഡിലിൻ്റെ ഹോളിലേക്ക് ഒന്ന് കയറ്റി കൊടുക്കുക. ഇതുപോലെ ഒന്ന് കയറ്റി കൊടുക്കുക. അപ്പോൾ വേഗത്തിൽ കരുപ്പിക്കോളും. എന്നിട്ട് നമ്മൾ 2 അറ്റം കൂടി ഒരുമിച്ചങ്ങോട്ട് പിടിക്കും. കണ്ടോ?
ഇതുപോലെ രണ്ടറ്റം കൂടെ ഒരുമിച്ച് പിടിക്കും. എന്നിട്ട് സാധാരണഗതിയിൽ അവരിങ്ങനെ ത്രെഡൊന്നും നമ്മൾ സാധാരണ എന്താ പറയുക ചുറ്റിയെടുക്കണ പോലെ ചുറ്റിയെടുക്കത്തില്ല. അവരിങ്ങനെ കെട്ടിയിട്ടിട്ട് അവരങ്ങനെ തന്നെ അങ്ങ് സ്റ്റിച്ച് ചെയ്ത് പോവുക ചെയ്യുന്നത്. അവർ സാധാരണ കെട്ടിടാറില്ല. കാരണം മുകളിൽ നിന്ന് അവർ പിന്നെ ഇങ്ങനെ കുറച്ച് പ്രാവശ്യം സ്റ്റിച്ച് ചെയ്തിട്ട് മുകളിലത്തെ ഭാഗം കട്ട് ചെയ്ത് കളയുക ചെയ്യുന്നത്. അത് ഞാൻ ഇനി വേറൊരു വീഡിയോയിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം അത് എങ്ങനെയാണ് ചെയ്യണമെന്നുള്ളത്. ഞാനിങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ മനസ്സിലാവത്തില്ല, കാണിച്ചു തരാം. അപ്പോൾ ഓരോ മെത്തേഡ് ഇങ്ങനെയാണ്, അവരിങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പം നമുക്കിതിൻ്റെ ആവശ്യമില്ല, നമുക്കിങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ത്രെഡ്സ് കുറേ നഷ്ടം വരും, അങ്ങനെയൊന്നും നമുക്ക് ചെയ്യേണ്ട കാര്യമില്ല. ഇപ്പം അവർക്ക് അങ്ങനെ ചെയ്തേ പറ്റുള്ളതുകൊണ്ട് അവരങ്ങനെ ചെയ്യുന്നു. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു മെത്തേഡാണ് അവർ ചെയ്യുന്നത്. നമുക്ക് ഇപ്പോൾ അവർ ഇതുപോലെ കെട്ടിയിട്ട് കൊടുത്തിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് വലിക്കും, എന്തെങ്കിലും ഒന്ന് ചെയ്യത്തേ ഉള്ളൂ കേട്ടോ. ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് വലിച്ചൊക്കെ ഒന്ന് കൊടുത്തു കഴിയുമ്പോൾ ആ നൂലിൻ്റെ ആ ഒരു ചുരുളിച്ചൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് മാറിക്കിട്ടും. അപ്പോൾ ഈ ഒരു ടെക്നിക്കാണ് അവർ ഉപയോഗിക്കുന്നത് കേട്ടോ. ഇനി നമുക്ക് നെക്സ്റ്റ് മെത്തേഡ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഇപ്പം ഞാൻ ഇവിടെ ഒരു ത്രെഡ് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ത്രെഡിൽ നമ്മൾ എങ്ങനെയാണ് ത്രെഡ് എടുക്കുന്നത് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നൂലിൻ്റെ അറ്റം ഒന്ന് പിടിച്ചിട്ട് പതിയെ ഒന്ന് വലിച്ചു കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ ഇടുമ്പോൾ ചെറിയൊരു ബൗളിലേക്ക് വല്ല നൂലൊന്നും ഇടണേ, അല്ലാന്നുണ്ടെങ്കിൽ നൂല് താഴോട്ട് പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ ഇപ്പം നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കാണിക്കുന്നത് കേട്ടോ. ഇതുപോലെ ഞാൻ ഒരു ലെയർ എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു സെക്കൻഡ് ലെയർ എടുത്തിട്ടുണ്ട്, പിന്നെ ഒന്നും കൂടി ഞാനിത് മുമ്പ് കാണിച്ചിട്ടുണ്ട്, പല വീഡിയോസിലും ഞാൻ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് കാണാത്ത കുറേ പേരുണ്ട്. അപ്പോൾ സിൽക്ക് ത്രെഡ് ഉപയോഗിക്കാൻ ഒരുപാട് പേര് എനിക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്, കാണിക്കണേ എന്നും പറഞ്ഞ്. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ കാണിച്ചു തരുന്നത് കേട്ടോ, വിശദമായിട്ട് കാണിച്ചു തരുന്നത്. ഇപ്പോൾ ഞാനിവിടെ ഒരു 4 സ്ട്രാൻഡ്സിൽ എടുത്തിട്ടുണ്ട് കേട്ടോ. എടുത്തിട്ട് നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുക. കട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഒരു ഗ്ലൂ വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് തേച്ച് കൊടുത്തിട്ട് നമുക്ക് നീഡിലിലേക്ക് കയറ്റാം. അപ്പോൾ അത് നമുക്ക് അതിൻ്റെ ആവശ്യമൊന്നുമില്ല, അതൊക്കെ നമ്മൾക്ക് ഭയങ്കര പണിയായിരിക്കും അതൊക്കെ. അതുകൊണ്ട് അതൊന്നും വേണ്ട. നിങ്ങൾ ഇതുപോലെ വെള്ളം വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഡിപ്പ് ചെയ്തെടുത്താൽ മാത്രം മതി. നമുക്ക് പെട്ടെന്ന് തന്നെ നീഡിലേക്ക് ത്രെഡ് കയറ്റി കൊടുക്കാം. കണ്ടോ, ആ ഹോളിലേക്ക് വേഗം തന്നെ കയറിക്കോളും. എന്നിട്ട് നമ്മൾ വെള്ളം തൊട്ട ഭാഗമല്ലേ ഒന്ന് കട്ട് ചെയ്ത് കളയാം. ഈ സിൽക്ക് ത്രെഡിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര നമ്മൾ വാഷ് ചെയ്താലും ഉണ്ടല്ലോ കളർ പോവില്ല, അങ്ങനെ തന്നെ ഇരുന്നോളൂ. അതുകൊണ്ട് നമുക്ക് കുറേ നാൾ നമുക്ക് ഡ്രസ്സൊക്കെ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. എന്നിട്ട് നമ്മൾ രണ്ടറ്റം കൂടെ കൂട്ടി പിടിച്ചിട്ട് എന്താ ചെയ്യേണ്ടതെന്നറിയാമോ? രണ്ടറ്റവും നന്നായിട്ടൊന്ന് കൂട്ടിപ്പിടിക്കണം. ഒരേ അളവിൽ തന്നെ ഒന്ന് കൂട്ടിപ്പിടിച്ചിട്ട് നമ്മൾ എന്താ എൻ്റെ നീഡിലിൻ്റെ ആ ഒരു ഭാഗമല്ലേ, ആ ഒരു ഭാഗത്ത് എൻ്റെ കൈ ശ്രദ്ധിച്ചോണേ, ആ ഒരു ഭാഗത്ത് ഞാൻ പതുക്കെ തിരിച്ച് കൊടുക്കണുണ്ട്. തിരിച്ച് കൊടുക്കുമ്പോൾ നമ്മുടെ ഈ ത്രെഡില്ലേ നന്നായിട്ട് അങ്ങ് ചുരുണ്ട് വന്നോളൂ. ഇത് കണ്ടോ, ഇതുപോലെ വരും. കണ്ടോ, ഇതുപോലെ വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്നറിയാമോ? ഒന്ന് നല്ലതായിട്ട് ടൈറ്റ് ചെയ്ത് പിടിച്ചിട്ട് പതുക്കെ ഒന്ന് വലിച്ചു കൊടുക്കണം. പതുക്കെ ഒന്ന് വലിച്ചു കൊടുക്കുമ്പോൾ ഉണ്ടല്ലോ നമ്മുടെ ഈ ത്രെഡില്ലേ നല്ല നിവർന്ന് വരും. ഇനി നമുക്ക് ഈ ഒരു ത്രെഡ് വെച്ചിട്ട് നമുക്ക് ബുള്ളിയൻ റോസോ ഫ്രഞ്ച് നോട്ടോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്ലവേഴ്സ് ചെയ്യാം, ലീഫ് ചെയ്യാം, ഒക്കെ ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് ഞാൻ കരുതുന്നേ. അപ്പോൾ ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക.
മെയിൽ അയയ്ക്കുക. നമുക്ക് ഇനിയും മനസ്സിലായിട്ടില്ലെങ്കിൽ നമുക്ക് വീണ്ടും ഇതുപോലെ നമുക്കൊരു വീഡിയോ ചെയ്യാം കേട്ടോ.